അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല പഞ്ഞി പോലെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്ങോട് കൂടിയ ഒരു പലഹാരം കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഒരു ബൗളിൽ 250 ml കപ്പിന് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാലെടുക്കുമ്പോൾ ചെറിയ ചൂടോട് കൂടിയ പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ തിളപ്പിച്ച് ചെറിയ ചൂടോട് കൂടിയ പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പാലെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല പഞ്ഞി പോലെ സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള പലഹാരം കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് പഴകിയ ഈസ്റ്റ് ഒന്നും എടുക്കാതെ ഡേറ്റൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. പഴകിയ ഈസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാവ് നല്ലതുപോലെ പൊങ്ങി വരില്ല. അപ്പോൾ ഈസ്റ്റ് എടുക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ പാലും ഈസ്റ്റും പഞ്ചസാരയും കൂടി നല്ലതുപോലെ 1 സ്പൂൺ വെച്ചോ 1 വിസ്ക് വെച്ചോ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 3 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് എടുക്കുമ്പോൾ കൂടിപ്പോകരുത്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കൈവച്ച് എല്ലാം കൂടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കൈ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം മണമില്ലാത്ത ഏതെങ്കിലും ഓയിൽ വേണമെങ്കിലും 2 ടേബിൾ സ്പൂൺ എടുക്കാം. പക്ഷേ ഓയിൽ ചേർത്ത് ഈ പലഹാരം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റും നല്ല സോഫ്റ്റും കിട്ടുന്നത് ബട്ടർ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ്. ഇനി എല്ലാം കൂടി കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. കൗണ്ടർ ടോപ്പിലിട്ടോ ബൗളിൽ വെച്ചോ മാവ് നല്ല സോഫ്റ്റ് ആക്കി വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് ക്ലിംഗ് റാപ്പ് വെച്ചോ ഏതെങ്കിലും മൂടി വെച്ചോ മൂടി അരമണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കും. ചൂടുള്ള കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ മാവ് അരമണിക്കൂർ തന്നെ പൊങ്ങി വരും. തണുപ്പുള്ള കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ മാവ് പൊങ്ങി വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. തണുപ്പുള്ള കാലാവസ്ഥ ആണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ചെറിയ ചൂടുവെള്ളം എടുക്കുക. വെള്ളം തിളച്ചു പോകാൻ പാടില്ല. ഈ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് മാവ് വെച്ച് കൊടുക്കും. അപ്പോൾ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങിക്കിട്ടും. അതുപോലെ തന്നെ ഓവനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഓവൻ ചൂടാക്കിയിട്ട് ഈ മാവ് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഇതൊന്നും ചെയ്യാതെ തന്നെ അരമണിക്കൂർ കൊണ്ട് മാവ് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മാവ് മെല്ലെ കൗണ്ടർ ടോപ്പിൽ ഇട്ട് കൊടുക്കുക. ഇനി മാവ് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത മാവ് ഇതുപോലെ കൈവച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുറിച്ചെടുത്ത ഒരു മാവ് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. വീണ്ടും അടുത്ത മാവ് 6 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 12 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുറിച്ച് വെച്ച ഓരോ പീസ് മാവും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ മെല്ലെ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാ മാവും ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഉരുട്ടിയെടുത്ത ഓരോ മാവും ഇതുപോലെ 2 കൈയും വെച്ച് ഒന്ന് പരത്തിയും കൂടി എടുക്കാം. ചെറിയൊരു കനത്തിൽ വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പരത്തിയെടുത്ത മാവിൻ്റെ നടുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ചോക്ലേറ്റിൻ്റെ പീസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഈ മാവ് ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കാം. നടുഭാഗത്ത് നിന്ന് ഒട്ടിച്ച് രണ്ടറ്റവും ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ എല്ലാ മാവും ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടിക്കൊടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. മാവൊക്കെ കുറച്ചും കൂടി പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു കടായിൽ 2 ലിറ്റർ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരമാണ്. ഈ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത് മാവ് പൊട്ടിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഈ ഓരോ മാവായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയാണ് വെക്കേണ്ടത്. മാവ് ഇട്ട് ഉടൻ തന്നെ 10 സെക്കൻഡിനുള്ളിൽ മാവ് വെള്ളത്തിൽ നിന്നും കോരി മാറ്റണം. അല്ലെങ്കിൽ ഈ മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് സമയം തിളച്ച വെള്ളത്തിലിട്ട് മാവ് വെന്ത് ശരിയായിട്ട് കിട്ടില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇപ്പോൾ മാവെല്ലാം വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി മാവിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ബട്ടർ പേപ്പർ ഇട്ട് വെച്ച ബേക്കിംഗ് ട്രേയിൽ ഈ മാവ് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം.
ഇനി നല്ലൊരു ഡിസൈൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ മാവിൻ്റെ പുറത്ത് കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞും കൂടി കൊടുക്കാം. ഇപ്പോൾ എല്ലാ മാവും വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വരഞ്ഞു കൊടുത്ത മാവിൻ്റെ പുറത്ത് ഇതുപോലെ മൈദ കുറച്ചൊന്ന് വിതറി കൊടുക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഒരു അലുമിനിയം പാത്രം എടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റാൻഡ് വെച്ച് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയതിന് ശേഷം ഈ മാവ് ഇറക്കി വെച്ച് ഈ മാവിൻ്റെ പുറമൊക്കെ ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ ബേക്ക് ചെയ്തെടുക്കുക. ഈ മാവിൻ്റെ പുറമൊക്കെ ഒരു ഗോൾഡൻ നിറം ആവുന്നതാണ് ഇതിൻ്റെ പരുവം. എനിക്കിപ്പോൾ 20 മിനിറ്റ് ആയപ്പോൾ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഓവനിൽ നിന്നും എടുത്ത ചോക്ലേറ്റ് ബ്രെഡിൽ ആ ചൂടോടുകൂടി തന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് സമയം ഇതൊന്ന് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ചോക്ലേറ്റ് ബ്രെഡിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പുറത്ത് മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, ഉള്ളിൽ നിന്നും ചോക്ലേറ്റ് ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര ടേസ്റ്റ് ആണ്. ഓവൻ ഇല്ലാത്തവർക്കും ഓവൻ ഉള്ളവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉഗ്രൻ ചോക്ലേറ്റ് ബ്രെഡ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്